സാലിയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പാരാമെഡിക്കൽ കോഴ്സുകളുടെ യഥാർത്ഥ എക്സ്പേർട്ട്. സാലിയൻസ്, എ സെന്റർ ഫോർ പാരാമെഡിക്കൽ ആൻഡ് ഹയർ സ്റ്റഡീസ്, SRK ബിൽഡിംഗ്, പൈതോത്ത് റോഡ്, പേരാമ്പ്ര. സുഹൃത്തുക്കളെ, ഞങ്ങളിന്ന് ഈ പത്രസമ്മേളനം വിളിക്കാനുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഡെങ്കി സമൂഹത്തിന് വിവിധ ഭാഗങ്ങളിലൊക്കെ കാണപ്പെടുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ അത് വ്യാപകമാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് ഇതെന്ത് ഡെങ്കിയാണെന്നുള്ള ഒരു ഷോർട്ട് ഫിലിം പേരാമ്പ്രയിലും പരിസരങ്ങളിലും വെച്ച് അതിൻ്റെ ചിത്രീകരണം പൂർത്തീകരിച്ചു. നാളെ അതിൻ്റെ ആദ്യ പ്രദർശനം പേരാമ്പ്ര നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് രാവിലെ 10:30 പ്രദർശനം കാഴ്ചവെക്കുകയാണ്. ആ പ്രദർശനം കഴിഞ്ഞ ഉടനെ തന്നെ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, എല്ലാ സ്ഥലങ്ങളിലും എല്ലാ നാട്ടങ്ങാടികളിലും വീഡിയോ പ്രൊജക്ടർ വെച്ചിട്ട് പൊതുജനങ്ങളെയും വിദ്യാർത്ഥി സമൂഹത്തിനെയും നേരിട്ട് കാണിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉൾക്കൊള്ളുന്നത്. കാരണം എന്ന് വെച്ചാൽ തീർത്തും ഒരു ബോധവൽക്കരണ സിനിമ തന്നെയാണത്. അപ്പോൾ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് കൂടി ഉണ്ടാകുന്നൊരു സംഭവം, അത് നാട്ടിൻ പ്രദേശത്തെ അന്യമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ ഭാഷയും നമ്മുടെ സംസ്കാരമൊക്കെ വീണ്ടും ഒരു രീതിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശ ലക്ഷ്യവും, ഒപ്പം ഈ ഡെങ്കി സമൂഹത്തിൽ ഏതൊക്കെ രീതിയിൽ ഉണ്ടാവുന്നുണ്ട്, അതിനെങ്ങനെ പ്രതിരോധിക്കാൻ ചെയ്യും എന്നൊക്കെയുള്ളൊരു കാഴ്ചപ്പാടോട് കൂടിയാണ് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. എല്ലാവരും മുഹമ്മദ് പേരാമ്പ്രയാണ് മുഖ്യ കഥാപാത്രമായിട്ട് ഇതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും 20ഓളം നമ്മുടെ പ്രദേശത്തും സമീപപ്രദേശത്തുമായിട്ടുള്ള കലാകാരന്മാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാവരും വളരെ പ്രയാസങ്ങൾ ഇപ്പോൾ എന്ത് പറയുമ്പോൾ ഈ പ്രേക്ഷകൻ എപ്പോഴും കിട്ടുന്നത് നല്ലൊരു സിനിമയാണ്. ഞങ്ങളെ പ്രയാസം കഷ്ടപ്പാടെന്നല്ല പ്രേക്ഷകന് കിട്ടുന്നത്. എന്നിരുന്നാൽ പോലും ഒരുപാട് യാതനകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇതാരും അങ്ങനെ ഒരു വലിയൊരു സാമ്പത്തികം ഉള്ള ആളുകളൊന്നും അല്ല ഇതിനകത്തുള്ളത്. അപ്പോൾ എല്ലാവരും ഒരു പരിശ്രമിച്ചുകൊണ്ട് പല സഹായം കൊണ്ടൊക്കെയാണ് ഈ ചിത്രം പൂർത്തീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ഇത് കുട്ടികളിൽ കൂടിയൊക്കെ എന്താണ് ഉദ്ദേശം, എല്ലാ സ്കൂളിലും ഇത് കാഴ്ചവെക്കുമ്പോൾ കുട്ടികളിൽ നിന്നോ അല്ലെങ്കിൽ മുതിർന്നവരിൽ നിന്നോ എന്തെങ്കിലും ചെറിയൊരു സംഭാവന ഈ രീതിയിലേക്ക് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ ഉപകാരമായിരിക്കും. അത് ഞങ്ങൾ നിർബന്ധിക്കുകയല്ല ചെയ്യുന്നത്. ഞങ്ങളിങ്ങനെ ഒരു മെസ്സേജ് എല്ലാവർക്കും പാസ് ചെയ്ത് കഴിഞ്ഞാൽ, പേരാമ്പ്രയിൽ ഇങ്ങനെ ഉദാഹരണത്തിന് പേരാമ്പ്രയിൽ ഇങ്ങനെ ഒരു ചലച്ചിത്രം നടക്കുന്നുണ്ട് നാളെ എന്ന് പറഞ്ഞ് ഞങ്ങളെ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഒന്ന് സമീപിച്ച് കഴിഞ്ഞാൽ എല്ലാവരും സഹായം ഞങ്ങൾ പിൻപറ്റും. ഞങ്ങൾ നിർബന്ധിക്കല്ല, അങ്ങനെ രീതിയിലേക്കും ഞങ്ങൾ മനസ്സിലുണ്ട്. അതങ്ങനെ തന്നെ. പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ, ഇതിൻ്റെ കഥയും തിരക്കഥയൊക്കെ ശരിക്കും നാട്ടിൻ പ്രദേശത്തുള്ള പശ്ചാത്തലത്തിൽ മാത്രമാണ്. അതിൻ്റെ സ്ലാങ് വരെ, അവർ ഉപയോഗിക്കുന്ന ഭാഷ വരെ നമ്മുടെ ഈ സമൂഹത്തിലുള്ള, അല്ലെങ്കിൽ ഇന്നലെ ഇന്നും നാളെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ആ ഒരു ഭാഷയാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. തീർത്തും ഒരു ചായക്കടേൻ്റെ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് ഒരു ചായപ്പീടിയൻ്റെ ബേസ് ചെയ്തുകൊണ്ട് അവിടെ നിന്നുകൊണ്ടാണ് ഈ കഥ ആരംഭിക്കുന്നതും കഥ അവസാനിപ്പിക്കുന്നതും. ഞങ്ങൾ അവസാനമായിട്ട് മെസ്സേജ് കൊടുക്കാന്ന് പറഞ്ഞാൽ, ഈ ചായപ്പീടിയൻ്റെ മുന്നിൽ കൂടി ഒരു ബോഡി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആളുകൾ കാണുകയും, ഇപ്പോൾ ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റൂല, അപ്പോൾ ഡെങ്കിനോട് ഈ സമൂഹത്തിലുള്ള ആളുകൾ പറയുന്നു, ഇനി നിന്നെ ഞങ്ങളിങ്ങനെ വിടൂല, ഞങ്ങളിനി ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇന്നെ ഇല്ലാതാക്കാനുള്ള നല്ല 8ൻ്റെ പണി ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് പറയലും. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് ആ ചായപ്പീടിയ ചായ കുടിക്കാൻ വരുന്ന ആ പ്രദേശത്തൊരു അധ്യാപകനുണ്ട്, ഒരു മാഷുണ്ട്. ആ മാഷാണ് ഈ കഥ പറയുന്നതും അവസാനിപ്പിക്കുന്നതും. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇങ്ങനെ നമ്മൾ നോക്കുന്നതിൻ്റെ കാര്യമില്ല, നമ്മൾ ഈ സമൂഹത്തിലുള്ള ഈ അവശിഷ്ടങ്ങൾ, മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യാം. അപ്പോൾ ഇവർ കട പൂട്ടിയിട്ട് ഇവരെല്ലാവരും കൂടി ആ മാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. എന്നിട്ടാവല്ല കച്ചവടം, ഈ ഇതൊക്കെ പരിഹരിച്ചിട്ടാവാം കച്ചവടം എന്നുള്ളൊരു ദൃഢപ്രതിജ്ഞ എടുത്തിട്ടാണ് ആ പീടികയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിന് ആമുഖമായിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ ഉത്തരങ്ങൾ തരാൻ